ഭാരതാംബയെ ചൊല്ലി വലിയ വിവാദമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അന്ന് ആ മേഖലയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ ഇനി ഭാരതാംബയുടെ ചിത്രം വെക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടും ഭാരതാംബയുടെ ചിത്രം വന്നു വലിയ രീതിയിലുള്ള അധിക്ഷേപം ആക്ഷേപമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം? ഇതിൽ നിന്ന് എന്താണ് ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ എന്ന് ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നു BJP അല്ലെങ്കിൽ RSS. അവര് ചോദിപ്പിക്കുകയല്ലേ എന്താണ് ഇപ്പം സിനി ചോദിച്ച ചോദ്യം തന്നെയല്ലേ? അതെ, ഇതിന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? അതെ, സിനി ഇതിനകത്ത് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് 2014 ശേഷം BJP അധികാരത്തിൽ വന്ന് ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ അറിയാവും. ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ ചെറുപ്പക്കാർ 45% നിൽക്കുന്നു എന്നുള്ള സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ജൻസി കലാപം ഉൾപ്പെടെ ഉള്ളത് വരുമ്പോൾ അതിനെ അടിച്ചോടിക്കാനടുത്ത് പട്ടാളവും പോലീസും വേണ്ട. അതായത് ദേശസ്നേഹം, രാജ്യസ്നേഹം ഉള്ള ആൾക്കാർ ഇന്ത്യക്കകത്തുണ്ട്. പല യൂറോപ്യൻ കൺട്രീസിലും അമേരിക്ക ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ ജൻസി കലാപം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തോ? അത് ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഭാരതാംബ എന്ന് പറയുന്ന ആളാരെ? ഭാരത അമ്മ, നമ്മുടെ അമ്മ, ഈ മഹാരാജ്യം നമ്മുടെ അമ്മ. അപ്പൊ അതിനെ നമുക്ക് നമ്മുടെ അമ്മയെ കാണാൻ പറ്റും. ഭാരതത്തിന് ഇത് മൊത്തത്തിലൊരു മാപ്പെടുത്ത് വെക്കുന്നതിനെക്കാട്ടിൽ അവരുടെ പുറകിൽ ഇന്ത്യയുടെ ഒരു ചിത്രമൊക്കെ വരച്ച് അതിന്റെ പുറകിൽ സുന്ദരിയായ സ്ത്രീ ഇന്ത്യയുടെ പതാക പിടിച്ച് നിൽക്കുന്ന എല്ലാ വീടുകളിലും മിക്കും. അതിനെ നമുക്ക് ഭൂമി തൊട്ട് നമ്മൾ വന്ദിക്കും. എന്നാലും ഇത് ഒരു പ്രതീകമായിട്ട് നിർത്തുന്നതിന് ഇതൊക്കത്തില്ല, ഇത് മതേതരത്വം അല്ലെങ്കിൽ മറ്റേതാണൊക്കെ പറയുമ്പം അത് പറയുന്ന ഭാഷ ആരുടേതാണെന്ന് ചൂണ്ടിക്കാണിക്കുക ആർലേക്കർ. അത് പറയുന്ന മതമൂല്യവാദികളാ. ഇന്ത്യ മതരാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുടെ താല്പര്യമാണ്. അവരെന്ത് പറയുമ്പോഴും അതിനെ എതിർക്കാത്തവർ ഈ ഭാരതാംബയെ അല്ലെങ്കിൽ ഒരു പടം വയ്ക്കുന്നതിനെ, ഈ ദേശസ്നേഹത്തിനെ ഒക്കെ എതിർക്കുന്നത് എന്തിനാന്നുള്ള ചോദ്യം വരുന്നത്. ഇത് പലപ്പോഴും BJP അല്ലെങ്കിൽ RSS ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർ ചോദിക്കുമല്ലോ, ഇതെന്താ ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ, അല്ലെ ഇതെന്താ ഈ ചിത്ര പ്രത്യേകത, ഇതൊന്നും കാണട്ടെ. അപ്പൊ അറിയാത്ത ആളുകളെ കൂടെ അറിയിക്കാനുള്ള ശ്രമം ഈ SFI, DYFI, CPM എല്ലാവരും എടുക്കുന്നു. ആർലേക്കർ ഉപയോഗിക്കുന്നു. ആർലേക്കറിന് പറയേണ്ട കാര്യം ആർലേക്കർ എന്ത് ചെയ്യുന്നു. അതിനകത്ത് RSSകാരൻ പറയുമ്പോൾ അത്രയും ശ്രദ്ധിക്കത്തില്ലല്ലോ. BJPക്കാരൻ പറയുമ്പോൾ അവന്റെ രാഷ്ട്രീയമാവുമല്ലോ. ഇവരിത് എതിർക്കുമ്പോൾ ഇത് ചർച്ചയാകുമ്പോൾ ഈ പ്രശ്നം ഇത് തന്നെയല്ലേ ബീഫിന്റെ കാര്യത്തിലൂടെ വന്നേ. ഇത് തന്നെയല്ലേ ബീഫിന്റെ കാര്യത്തിൽ. ഇത് അവര് ബീഫിന്റെ വിഷയം, അതായത് ഗോമാതാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം 21 സംസ്ഥാനത്ത് ഗോമത നിരോധനം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞു ഗോവധ നിരോധനം വേണം എന്ന് വെച്ചാൽ നമ്മുടെ 9 കോടി ക്ഷീര കർഷകര് ഇന്നുണ്ട്. രാജ്യത്തിലെ ഏറ്റവും വലിയ പാലുൽപാദന കേന്ദ്രം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 19 കോടിയോളം കർഷകർ ഇതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ എന്തിനെ ആശ്രയിക്കും? മലയെ നമ്മൾ ദൈവമായിട്ട് കാണുന്നില്ലേ? നദിയെ നമ്മൾ ദൈവമായിട്ട് കാണുന്നില്ലേ? നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു? അത് നമ്മളതിനെ ദൈവമായിട്ട് കാണുന്നത്. അപ്പൊ പശുവിനെ അവർ ദൈവമായിട്ട് കാണുന്നു, ഇതിന്റെ കൂടെ അവർ ദൈവമായിട്ടും കാണുന്നുണ്ട്. ആ ദൈവമായിട്ട് കാണുന്നതിനെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് പോരുന്ന കോൺഗ്രസ്സാണ്. അതിന്റെ മൊത്തം കസ്റ്റോഡിയനാവാൻ BJP ശ്രമിച്ചു. അതിന് അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രദേശം ഏതാ? കേരളമാണ്. ഇവിടെ 5 സംസ്ഥാനത്തിലേക്ക് ബീഫ് നിരോധിച്ചിട്ട് പറഞ്ഞാൽ ഇനി ഇവിടെ ബീഫും തിന്നാൻ ഒക്കത്തില്ല കേട്ടോ. ഇവിടെ ഉള്ള കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും കൂടെ ബീഫിന്റെ പുറകെ കൂടി റോഡി വെച്ച് ബീഫ് ഫെസ്റ്റ് നടത്തി. റിജിൽ മാങ്കുറ്റി ഈ പശുവിനെ അറുത്തത് ഫോട്ടോയും കൊണ്ട് അവന്മാർ കർണാടകത്തിലും അല്ലെങ്കിൽ BJP കർണാടകത്തിലും മഹാരാഷ്ട്ര ഇപ്പോഴും അവിടെ കിടന്ന് ഓടുക. മനസ്സിലായി? അവിടെ മൊത്തം പോയി. ബീഫിന്റെ മൊത്തം കസ്റ്റോഡിയൻ ആരായി? BJP ആയി. ഇവിടെയും ആര് അതിന്റെ ധ്രുവീകരണം ഉണ്ടായോ? ഇല്ല. അല്ല, ഉണ്ടായി. കേരളത്തിലും ഉണ്ടായി. അല്ല, ധ്രുവീകരണം ഉണ്ടായെങ്കിലും ഈ പറയുന്ന ബീഫ് തിന്നാൽ എന്താ പ്രശ്നം എന്നുള്ളത് ഇവര് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടുകൂടി അവര് പെട്ടുപോകുന്നൊരവസ്ഥ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചില്ല. മാത്രമല്ല അതിന്റെ കൂടി ഇവരൊരു ചോദ്യം കൂടെ ചോദിച്ചു, നിങ്ങൾക്ക് പറ്റുമോ പന്നി ഫെസ്റ്റ് നടത്താൻ? ഒരു വലിയ ചോദ്യം. പക്ഷെ ഇത് കുറെ കാലം കഴിഞ്ഞാൽ DYFI എങ്ങാണ്ട് വെച്ചൊരു പന്നി ഫെസ്റ്റ് നടത്തി. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ആൾക്കാർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചോദിച്ചില്ലേ? എവിടെങ്കിലും നിങ്ങൾ പന്നിയെ തൂക്കിയിട്ട് വിൽക്കുന്ന കണ്ടുണ്ടോ? അല്ല, എന്താണ് എന്താണ് പശുവിനെ റോഡിൽ നീളെ തൂക്കിയിടും, പോത്തിനെ വെട്ടി തൂക്കിയിടും, പശുവിനെ വെട്ടി അതിന്റെ തല അവിടെ വെച്ചേക്കും. പന്നിയെ തൂക്കിയിട്ട് വിൽക്കുന്ന നിങ്ങൾ കണ്ടുണ്ടോ എവിടെങ്കിലും? കേരളത്തിൽ നടക്കത്തില്ല. എന്താ നടക്കാത്ത? ആ ചോദ്യം വന്നു ആൾക്കാരുടെ ഇടയിലേക്ക് വന്നു. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? അപ്പൊ അതിനെ എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല?
അതെന്താണ് നിങ്ങൾ ചെയ്യിക്കാത്തത്? ഇതിനെന്താണ് മറ്റവർക്ക് തയ്യാറാവാത്തത്? അതായത് ഭാരത് മാതാവിനെ എതിർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ എന്ത് വന്നാലും അതിനെ എതിർക്കാൻ പറ്റും. പക്ഷേ മറ്റ് ചില പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ഇല്ല, DYFI ഇല്ല, SFI ഇല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല, പിണറായി വിജയൻ ഇല്ല, ഗോവിന്ദൻ ഇല്ല, ആരുമില്ല. ഇത് ചർച്ച ചെയ്യാനാണ് കൊണ്ടുവന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് BJP ചെയ്ത് എന്താ, സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഷയെ സംസാരിക്കുന്നു, അവരുടെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ഒപ്പം നിൽക്കുന്നു. എന്നിട്ട് അവരെന്താണോ പറയുന്നത് അതിനൊപ്പം നിന്നു. ഇതുവരെ കോൺഗ്രസ് അല്ല CPM ഞങ്ങൾ ഭയങ്കര വലിയ രാഷ്ട്രീയക്കാരാണ്, വലിയ പോളിഷ്ഡ് ഭാഷയെ സംസാരിക്കണം, ആ രീതിയിൽ പെരുമാറണം. മറ്റേവർ വളരെ സിമ്പിളായിട്ട് ആ ഭാഷയെ സംസാരിക്കുകയും അവരുടെ വികാരത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ തലയിൽ കെട്ടിവെച്ച എല്ലാ സാധനവും BJP വോട്ടാക്കി ജനങ്ങളുടെ വികാരമൊക്കെ മുതലെടുത്തു. തീർച്ചയായിട്ടും. ഇതിനകത്ത് ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്താണ് ഭാരതമാതാവിന്റെ പടം വെച്ചാൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗണഗീതത്തിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത വളരെ കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് തന്നെ നടന്നു. ഗണഗീതം പാടി അവിടെ വെച്ച് ആ കുഞ്ഞുങ്ങൾ പാടി, എന്താ കുഴപ്പം? അതങ്ങ് വിവാദമായി. ശിവൻകുട്ടി ഏറ്റെടുക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് ഏറ്റെടുക്കുന്നു, KC വേണുഗോപാൽ ഏറ്റെടുക്കുന്നു. നമ്മൾ എവിടെ നോക്കിയാലും ഗണഗീതമായി. റോഡേ പോയാൽ ഗണഗീതം, റോഡേ പോയാൽ ഗണഗീതം, അവിടെ പോയ ഗണഗീതം. അപ്പൊ ഞാൻ അന്ന് ആ ദിവസത്തിന്റെ ആ പ്രശ്നം ഉണ്ടായതിന്റെ അന്നേ ദിവസം തന്നെ ഒരു RSSന്റെ ഏറ്റവും പ്രബുദ്ധനായ ഒരു നേതാവ് ഞങ്ങൾ കാര്യം സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തായാലും ഗണഗീതം ഒക്കെ, ഞാൻ വിചാരിച്ചു ഒരു ഗണഗീതം ഞാൻ ഉദ്ദേശിക്കുന്നത് ഗണഗീതം ഒക്കെ പാടി എല്ലാം എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര പബ്ലിസിറ്റി ആണ്. അന്നേരം എൻ്റെ അടുത്ത് പുള്ളി, എടാ ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നെ എടാന്ന് വിളിക്കാൻ സാധ്യതയുള്ള, എടാ ഞാൻ എഴുതിയിട്ടുണ്ട് 25 ഗണഗീതം, നിനക്കറിയാം ഗണഗീതം എത്ര ഉണ്ടെന്ന്. എടാ ഈ മലയാളത്തിൽ തന്നെ 250 പുറത്ത് ഗണഗീതമുണ്ട്. ആ മൊത്തത്തിൽ RSSന്റെ ഗണഗീതം 10,000 കണക്കിനുണ്ട്. അത് ഗോത്രവർഗ ഭാഷയിലുണ്ട്, ഈ പറയുന്ന ആദിവാസി ഭാഷയിലുണ്ട്. ഇതിനെപ്പറ്റി വല്ലതും അറിയാം? RSSനെ പറ്റി എൻ്റെ അടുത്ത് ഇവർക്കൊക്കെ RSSനെ പറ്റി എന്തറിയാം? അതും അവർ പറഞ്ഞു എന്തോ ഗണഗീതം. ഇവിടെ ഗണഗീതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം, ആ ഇന്ത്യയെ രക്ഷിക്കുന്നതിന് ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എപ്പോഴൊക്കെ കുഴപ്പം വന്നോ, അല്ലെങ്കിൽ ഇന്ത്യയെ ഉയർത്തിപ്പിടിക്കുന്നതിന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയോടെ പേരുൾപ്പെടെ ഇന്ത്യ മഹാരാജ്യത്തെ പുകഴ്ത്തുന്ന ഒരു പാട്ട് എങ്ങനെ വർഗീയമാകും? ഇത് ചിന്തിപ്പിച്ചോ, ചർച്ച ചെയ്തോ, കൊണ്ടുവന്നു. ഇത് ആരാ ഏറ്റെടുത്ത്? ഈ ഗണഗീതം അവിടെ ഇഗ്നോർ ചെയ്തായിരുന്നെങ്കിൽ, ശിവൻകുട്ടി അവിടെ വിട്ടാ പിള്ളേർ പാടിയിട്ട് എൻ്റെ പാട്ടിന് പോയിട്ട് ഇഗ്നോർ ചെയ്തായിരുന്നു ഈ വിഷയം വരുമായിരുന്നു. ആരാം സിനു ഇവിടെ ഈ BJP വളർത്തുന്നത്? ഇവിടെ സത്യം പറഞ്ഞാല് ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ ഇപ്പോഴും 8000 സീറ്റ് മത്സരിക്കാൻ ആളില്ല. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം ഈ ആലത്തൂർ പോലൊക്കെ ഉള്ള പഞ്ചായത്തുകളിലൊക്കെ ആയിരിക്കും മത്സരിക്കാനുള്ളത്. അപ്പം അത്രയും താഴെ തട്ടിൽ BJP ഇവിടെ 25% വോട്ട് പിടിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ അത്രയും വരാൻ സാധ്യതയുള്ളപ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് പിടിക്കുമ്പോഴും BJPക്ക് വളർച്ചയില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം അപ്പൊ മാത്രമല്ല അവർ പാർട്ടിക്കകത്ത് ചില വിഷയങ്ങളുണ്ടല്ലോ, എത്ര പറഞ്ഞാലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ പരായ സന്ദർശനങ്ങൾ. ആ വിഷയങ്ങളെയൊക്കെ മറികടന്ന് ഈ പാർട്ടിയെ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഐഡിയോളജി വളരെ കൃത്യമായിട്ട് അവർക്ക് സാധിക്കുന്നതിനപ്പുറം മറ്റു പാർട്ടിക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന പണിയാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി, അവിടുത്തെ പുരുഷന്മാരൊക്കെ തന്നെ ഭയങ്കര CPM-മാരാണെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ ഗണഗീതത്തിൽ ഇന്നാൾ കുറ്റം പറഞ്ഞവന്മാരില്ലയോ, അവർക്കൊരു വോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇവര് ഇങ്ങനെ കേന്ദ്രത്തിൽ ഇങ്ങനെ സഹായം ചെയ്തില്ല അവർക്കൊരു വോട്ട് കൊടുക്കണം, ശബരിമലയ്ക്ക് വേണ്ടി ഇവരെ എന്ന രീതിയിൽ ഒരു സാധനം വരുമ്പോഴാണ് അവിടെ നിൽക്കുന്ന BJP-കാരനെ ഇങ്ങനെ നമ്മളെ പിന്തുണയ്ക്കാൻ ആളുണ്ടോ. അപ്പോൾ അവർ പോലും അറിയാതെ ഇത്തരത്തിലുള്ള പിന്തുണ ഈ BJP എന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കാണിക്കുന്നതൊക്കെ തന്നെ BJP-യെ വളർത്തുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ്. അതല്ലേ സിനു അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് സിനു പറഞ്ഞാലും ഞാൻ എതിർക്കുന്ന ആ പൊളിറ്റിക്സ് ആണ്. കാലം മാറി, കാലം മാറി. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ, നല്ല കാര്യം ചെയ്താൽ അതിനെ ഞാൻ എതിർക്കാൻ പോകരുത്, അതിനപ്പുറം നല്ല കാര്യം ചെയ്യാൻ നോക്കിയോ. മനസ്സിലാവും അത് നല്ലതാണോ ചീത്തയാണെന്ന് അറിയാൻ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ചെറുപ്പക്കാർക്ക് ഇപ്പം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് പറയാം, എത്ര ഈ 1-2% വരുന്ന വർഗീയവാദികൾ ഉള്ളപ്പോഴും ചെറുപ്പക്കാർക്ക് ജാതിമത ഭേദമന്യേ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് ജാതിയും പാർട്ടിയും അല്ലെങ്കിൽ സമയം അവർക്ക് വികസനം, അവർക്ക് നേട്ടം, അവർക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്ന രീതിയിലേക്ക് ആര് നിൽക്കുന്നോ, ആര് പ്രവർത്തിക്കുന്നോ, ആര് ചിന്തിക്കുന്നോ ആ രീതിയിലേക്കുള്ള ഒരു യുവതയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇവിടെ ഇപ്പോഴും കേരളത്തിൽ ഇവർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇവർക്ക് നേരം വെളുക്കുമ്പോഴത്തേന് ഈ 2 പാർട്ടിയും തീർന്നിരിക്കും. മനസ്സിലാവുന്നുണ്ട്. ഇവരിപ്പോഴും പറയുന്നത് ഗണഗീതം ആർലേക്കർ കൊണ്ടുവരുന്ന എല്ലാം എതിർത്തേക്കണം, RSS കൊണ്ടുവരുന്ന അല്ലെങ്കിൽ BJP കൊണ്ടുവരുന്ന എല്ലാം എതിർത്തേക്കണം. അവര് കൊണ്ടുവരുന്ന എന്താണെന്നറിയാം, ഈ ജനം ചർച്ച ചെയ്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ കലോത്സവ വേദിയിൽ ഒരു ഫോട്ടോ കൊണ്ട് വെച്ചപ്പോ എടുത്തു മാറ്റി, അപ്പം ബാക്കിയുള്ള ചിന്തിക്കില്ല ഇതിപ്പോ എടുത്തു മാറ്റിയില്ല എന്താ. മാത്രമല്ല ഭാരതാംബയുടെ ഒരു ചിത്രത്തിന്റെ ഒരു പ്രത്യേകത അറിയോ, ഇതൊരു ഹിന്ദു ദൈവത്തിന്റെ രീതിയിലല്ലേ. ഹിന്ദു ദൈവത്തിന്റെ രീതിയിലാണ് പതാക പിടിച്ചിട്ട് ഭയങ്കര ഐശ്വര്യമുള്ള ചിത്രമല്ലേ. അപ്പം
അത് മാറ്റുമ്പോൾ അത് വൈകാരികമാവും. ഇതേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. മാത്രമല്ല ഇപ്പോഴത്തെ യുവതലമുറയുടെ ഒരു പ്രശ്നം അറിയാം. ഇപ്പോൾ ഒരു ചർച്ചയിൽ കുറച്ച് പെൺകുട്ടികൾ എടുത്തതെന്ന് വെച്ചാൽ ഒരാൾ ചോദിക്കുകയാണ്, TV ആങ്കറാം, ചോദിക്കുന്ന അല്ല എൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ പോകണ്ട എന്നാണ് വീട്ടിലുള്ള ആളുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ബന്ധുക്കൾ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അപ്പം ചോദിച്ചാൽ അതെന്താ അങ്ങനെ, അവർക്കൊന്നും ഇങ്ങനെ പഠിക്കുന്ന ഇഷ്ടമല്ല, മതപരമായ കാര്യങ്ങളോട് വളരണം, പക്ഷേ ഞങ്ങളൊക്കെ പുരോഗമന ചിന്താഗതിയുള്ളവരാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നിനക്കിനി എന്താ പഠിക്കേണ്ടത്, എനിക്കിനി PG എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നീ പോയി കല്യാണം കഴിക്കുക, അതിനുശേഷം നീ PG എടുത്തോ, പക്ഷേ ഞാൻ കല്യാണം കഴിക്കാനാണ് പോകുന്നതെങ്കിൽ പിന്നെ എനിക്ക് PG എടുക്കാൻ പറ്റില്ല, പിന്നെ എനിക്ക് കുട്ടിയെ എടുക്കാൻ പറ്റുള്ളൂ. ഒരു പെൺകൊച്ചിനെ വീഴണമെങ്കിൽ അവരെത്രത്തോളം ചിന്തകൾ, അവരുടെ ചിന്തകളും അവരുടെ പ്രവർത്തനവും അവരുടെ രീതികൾ അവിടെ മാത്രമാവുന്നു. അത്രയ്ക്ക് പണ്ട് മോളെ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, 18 കഴിയുമ്പോൾ ഇപ്പൊ കല്യാണം കഴിക്കും, ചെറുപ്പക്കാരെ കാര്യങ്ങൾ. അപ്പൊ അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. കഴിഞ്ഞ ഇപ്പൊ ഗണഗീതം തന്നെ എവിടാ പാടിയത്, ട്രെയിനിനകത്താ പാടി. അത് ആരും അറിയത്തില്ലായിരുന്നു. ഒരു ട്രെയിൻ ഇങ്ങനെ പോയി ഫ്ലാഗ് ഓഫ് നടത്തി, അതാരുടെ ട്രെയിനാ, BJP ട്രെയിൻ, അതാരുടെ കൊണ്ടുവന്ന് അതപ്പോ അവിടെ പാടി എന്താ കുഴപ്പം? അപ്പൊ അത് കൊണ്ടുവന്ന ആൾക്കാരുടെ ഒരു പാട്ട് പാടിയാൽ എന്താ കുഴപ്പം? ഇതൊക്കെ ആരാ ചെയ്തു കൊടുക്കുന്നത്? അപ്പൊ ഇതിനകത്ത് പിണറായി വിജയനെ ഉൾപ്പെടെ പൂട്ടിയാറിലേക്ക് അത് മനസ്സിലാവുന്നു. ഇപ്പൊ ആർലേക്കർ കളിക്കുന്ന കാണി ഇവിടെ വന്നിട്ട് ആർലേക്കറെ ആർക്കി ഇറച്ചാൻ പറ്റും. പിണറായിജിയുടെ കൂടെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയോ, ചർച്ച നടത്തിയോ, കണ്ടോ ഇവിടെ വികസനം വേണം, ഇവിടുത്തെ ഓരോ കാര്യത്തിനും പുള്ളി നിൽക്കുമോ? അങ്ങനെ നിൽക്കുന്ന ഒരാള് ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. അദ്ദേഹത്തിന് പ്രത്യേക അജണ്ട വല്ലതും ഉണ്ടോ? അദ്ദേഹം ഒരു നമ്മുടെ സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ആളല്ലേ. അദ്ദേഹം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഭാരതത്തെ നമസ്കരിക്കുന്നില്ലേ? ഇതിനെന്താ ഇവർക്ക് കുഴപ്പം? ചർച്ചയായില്ലേ, തീർന്നില്ലേ? ഇതിന് അപ്പം അതിനോട് തൊല്ലം ചെയ്യും. ഞാൻ ഇപ്പൊ ബീഫിന്റെ കാര്യം പറഞ്ഞതുപോലെ ഗോമാതാവിന് ഇത് പറയുന്ന ആളെന്താ അവിടെ SDP കാര്യം പറയാത്ത, എന്തുവാ PFI കാര്യം പറയാത്ത, എന്തിനാ ഉമാര് അല്ലെങ്കിൽ ശരീരത്ത് നിയമം ത്തിനകത്ത് രാജ്യം കൊണ്ടുവരണമെന്നും ആ രാജ്യത്ത് വരണമെന്ന് വിചാരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ നിൽക്കുന്ന സതീശനല്ലേ ഇത് പറയുന്നത്. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ചർച്ചയായില്ലേ, തീർന്നില്ലേ, പൊളിറ്റിക്സ് ആയില്ലേ? അപ്പൊ അതാണ്. അപ്പൊ അത് പിണറായിയെ പൂട്ടിയാറിലേക്കാർ, DYFI പെടുത്തിയാറിലേക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.